ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഈ അക്വേറിയത്തിൽ നിന്നും എനിക്ക് പോളർ പാരറ്റിനെയും അതിൻ്റെ മുട്ടകളെയും എൻ്റെ വെള്ളത്തിൽ നിന്നും മാറ്റണം. കാരണം ആ, ഇതിൽ വേറെയും കുറെ മീനുകളുണ്ട്. അപ്പൊ അവർ അറ്റാക്ക് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പുതിയ പൂഴി വാങ്ങിയിട്ട് അത് നല്ല പോലെ കഴുകിയെടുക്കാം. അപ്പൊ അതിൽ ചളിയൊന്നും ഇല്ലാണ്ട് നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ വെക്കാനുള്ള കല്ലുകളും നമ്മൾക്ക് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് വഴിയിൽ നിന്നും കിട്ടിയതും പിന്നെ 2 കല്ല് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതുമാണ്. അപ്പോൾ ഇതെൻ്റെ ടാങ്കാണ്. ഈ ടാങ്കിൽ കണ്ടോ, ആ, അവർ മുട്ടയിട്ടിരിക്കുന്നത്. ആ മുട്ടകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് കുറച്ച്. അപ്പൊ അവ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പോളർ പാരറ്റുകൾ പെട്ടെന്ന് തന്നെ എൻ്റെ ബാക്കിയുള്ള മീനുകളെ കൊല്ലപ്പെടുത്തും. അതുകൊണ്ട് ബാക്കിയുള്ള മീനുകളെ ഇതിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ പോളർ പാരറ്റിനെ ഇതിൽ നിന്ന് മാറ്റണം. വേറെ ഒരു പ്രശ്നം എന്തെന്നാൽ, നിങ്ങൾ കണ്ടോ, ഞാൻ ഒരു സൈഡിൽ കുറച്ച് പച്ച കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിലും എല്ലാമായിട്ട് കുറെ ചളി ഇങ്ങനെ കിടക്കുവാണ്. കുറെ അഴുക്കാണ്. അപ്പോ ഇവരുടെ ഈ മുട്ടയുള്ള ഷെല്ലിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ വെള്ളം ഒക്കെ മാറ്റി ഇവരെയൊക്കെ രണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാണാൻ കുറെ മുട്ടയുണ്ട് കേട്ടോ. അപ്പോ ഇതിന്റെ മുകളിലത്തെ ഈ ചെടി നല്ല വെയിൽ കൊടുത്താൽ മുഴുവനെയും കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചട്ടിയെല്ലാം വാങ്ങി വെച്ചത്. എന്നിട്ട് അവര് പോയി എൻ്റെ ഷെല്ലിലാണ് മുട്ടയിട്ടത്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് ഈ വെള്ളം മാറ്റണം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ കല്ലുകളെല്ലാം അവരെ അറിയിക്കാതെ മെല്ലെ എടുത്ത് മാറ്റാം. ഓക്കെ, ഈ പോളാർ പാരറ്റ് നമ്മളെ കൈയെല്ലാം കൊത്തും. അവര് ഭയങ്കര അഗ്രസീവാണ്. കണ്ടോ അവരെല്ലാത്തിനെയും ഓടിക്കുന്നത്. അപ്പൊ ഈ ചെളികളെല്ലാം എന്നിട്ട് നമുക്ക് കഴുകി മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മെല്ലെ പൂരിയിലൊന്നും തട്ടാതെ ഈ ചെടികളെല്ലാം തന്നെ പെട്ടെന്ന് മാറ്റാം. നിങ്ങൾ കണ്ടില്ലേ, എല്ലാ മീനുകളും ഈ സൈഡിലാണ് നിൽക്കുന്നത്. അവരെല്ലാം പേടിച്ചിരിക്കുവാണ് ഈ പോളാർ പാരറ്റുകാർ കൊത്തുവെന്ന് പേടിച്ചിട്ട്. അപ്പൊ നമ്മളെ കയ്യിലുള്ള ഒരു മെച്ചാണ് എടുത്തിരിക്കുന്നത്, ഈ കല്ലുകളെല്ലാം വാരി പുറത്തേക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ അതുകൊണ്ട് എടുക്കാൻ നോക്കിയപ്പോ പറ്റുന്നുണ്ടായില്ല. പോളാർ പാരറ്റാണെങ്കിൽ എല്ലാവരെയും ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ ആ മരം ആദ്യമൊന്ന് എടുത്ത് മാറ്റി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള കല്ലുകളും മറ്റും കോരി വാരി പുറത്തിടാൻ. അതിനുശേഷം മെല്ലെ കൈയിറങ്ങിപ്പോ എനിക്ക് ഭയങ്കര പേടിയാണ്. ബിക്കോസ് ആ പോളാർ പാരറ്റ് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കൈയിൻ്റെ അടുത്ത് തന്നെ. അവരുടെ മുട്ട ഞാൻ എന്തോ ചെയ്യുമെന്ന് പേടിച്ചിട്ട് അപ്പൊ തന്നെ എൻ്റെ നെറ്റും ആ വെള്ളത്തിലേക്ക് വീണ് പോയി. അപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ പോളാർ പാരറ്റിന്റെ കൈ കൊത്താതെ നമുക്ക് മെല്ലെ എല്ലാ സാധനവും എടുത്ത് മാറ്റാം. ഞാൻ എന്തിനെ ക്യാമറയുടെ മുന്നിൽ ഇത് കണ്ടോ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. വളരെ നല്ലൊരു സാധനമാണ്. ഓക്കെ, അത് പക്ഷേ ഇവരാരും അത് ഉപയോഗിക്കുന്നില്ല. അതിന്റെ മുട്ട ഞാൻ എടുക്കുമെന്ന് അത് വിചാരിക്കാണ്ടിരിക്കാനാണ് ഞാൻ മെല്ലെ വെള്ളം ഒന്നും അനക്കാതെ ആ നെറ്റ് കൈകൊണ്ടെടുത്തത്. നിങ്ങൾക്ക് എല്ലാ കല്ലുകളും വാരി പോകത്തിലും. ഇത് കാണുന്ന പോലെ എത്താ സിമ്പിളല്ല ഗൈസ്. വെള്ളം അനക്കാണ്ട് ഇത് എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ മെല്ലെ മാത്രം എടുക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ആ പോളാർ പാരറ്റെല്ലാം നല്ലപോലെ തന്നെയുണ്ട്. അതിന്റെ മുട്ടയും നല്ലപോലെയുണ്ട്. അവരും നല്ലപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അവരെ എന്നെ വാച്ച് ചെയ്യുവാണ്, ഞാൻ എന്താ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവരെ ഒന്നും ചെയ്യുന്നില്ല.
എല്ലായിടത്തും ഫുള്ളും ചളിയാണ്. ഓക്കെ, അപ്പോൾ ഈ ചളിയൊക്കെ നമുക്ക് മാറ്റാം. ഈ പൊടിയെല്ലാം ഇങ്ങനെ പറക്കുന്നുണ്ട്. ഈ കല്ലിൻ്റെ ഇടയിലുള്ള ചളിയെല്ലാമാണ് ഈ പറക്കുന്ന ചളി. ഈ കല്ലെല്ലാം മാറ്റി അത് വളരെ ഇപ്പോൾ ഫുള്ള് ചളിയായി. ഞാൻ കുറച്ചധികം കല്ലെടുത്ത് മാറ്റി അപ്പോഴേക്ക് ഫുള്ള് ചളിയായി. അത് ഞാൻ നിങ്ങൾക്ക് ആർക്കും കാണിച്ചില്ല. ഇപ്പം ഞാൻ പോളാർ പാരറ്റിൻ്റെ മുട്ട നോക്കുമ്പോൾ ആ മുട്ടയിലെല്ലാം ചളിയായി പോയി. ഇപ്പോൾ പോളാർ പാരറ്റിന് എന്നോട് ഭയങ്കര ദേഷ്യമായി. ഇപ്പം അതിൻ്റെ കൈ കൊത്താനും അത് എന്നെ കൊത്താനും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നേരത്തെ കഴുകി വെച്ച കുറച്ച് പൂഴി എടുത്തിട്ട് ഇപ്പം കല്ലെടുത്ത സ്ഥലത്തേക്ക് അവർക്ക് ഇട്ട് കൊടുക്കാമെന്ന്. കാരണം എങ്കിലല്ലേ ഒരു സുഖമുണ്ടാവുള്ളൂ. ഞാൻ മെല്ലെ വെള്ളം ഒന്ന് കലങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെയാണ് ആ പൂഴിയെല്ലാം അതിലേക്ക് ഇങ്ങനെ ഇളക്കി തട്ടി കൊടുക്കുന്നത്. അതെല്ലാ പൂഴിയും അതിൽ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കും നിങ്ങളെ. ഈ കല്ലെല്ലാം നമുക്ക് ഇതിൽ നിന്നെടുത്തിട്ട് അപ്പുറത്തെ കല്ലിലേക്ക് വെക്കും. കാരണം കല്ലുമാണല്ലോ ഒരുമിച്ചിരിക്കേണ്ടത്. ഈ കല്ലെല്ലാം കൂടെ പുഴയിലിരുന്നിട്ട് ഇപ്പം വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ടാക്കി പൂരി വാഴാരിയിട്ട് അക്വോറിയത്തിലേക്ക് വന്നിട്ടിടാം. പക്ഷേ വെള്ളം ഇളക്കരുത്, കാരണം നമുക്ക് മുട്ട വേണം. പാരറ്റിൻ്റെ മുട്ട അത് മുഴുവനും വേണം. അത് എന്നിട്ട് വിരിയണം. എന്നിട്ട് നമുക്കതെടുത്തിട്ട് അതിൻ്റെ മക്കളെയൊക്കെ കണ്ട് പേരക്കുട്ടികളെയൊക്കെ കാണണം. ഈ പരട്ട പുല്ല് കാരണം ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ പുല്ല് എല്ലായിടത്തും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം എല്ലായിടത്തും പറ്റിപ്പിടിക്കുക. ഞാൻ മാക്സിമം പറ്റിപ്പിടിച്ചതൊക്കെ അതിലേക്ക് തന്നെ തിരിച്ചെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ചളിയും കൂടെ ഒഴിവാക്കിയാൽ ഇത് ഏകദേശം ഒന്ന് സെറ്റായി. ഓക്കെ, അപ്പം ആ ചളി ഞാൻ എങ്ങനെയാണ് ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിൽറ്റർ പമ്പ് എടുത്തിട്ടാണ് ഞാൻ ആ ചളി ഒഴിവാക്കുക. അപ്പം നമ്മളിട്ട് പൂഴിയൊക്കെ ഞാനൊന്ന് കൈകൊണ്ട് നിരപ്പാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു പാരറ്റ് കണ്ട് അവൻ്റെ കൈ കുത്തി പറിച്ചെടുക്കും. പക്ഷെ പ്രശ്നമില്ല. ഓക്കെ, എൻ്റെ അക്വോറിയമല്ലേ, എല്ലാത്തിനെയും ഞാൻ പൊടിച്ച് കളയും, എന്നെ കുത്തിക്കളഞ്ഞ. നമുക്ക് ആ ചളിയും കൂടെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ കല്ലെല്ലാം കൂടെ വൃത്തിയാക്കിയാക്കും. ഇപ്പോൾ കണ്ടോ ഗൈസ്, എൻ്റെ അക്വോറിയം വൃത്തിയായത് എന്ത് ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഓക്കെ, എല്ലാവരും കൂടെ അപ്പിട്ട് അതിൽ മുഴുവൻ നിറച്ച് വെച്ചിരിക്കുക. അപ്പം എന്തായാലും അതിലത്തെ എല്ലാ സാധനവും ഞാൻ ഒരു ഫിൽറ്റർ എടുത്ത് എല്ലാം വൃത്തിയാക്കി. ഇപ്പം അതിലെ ചളി വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് ചളി അതിൽ നിന്നോട്ടെ, കാരണം ഇപ്പം നാളെ തന്നെ അവരെല്ലാവരും പിഞ്ഞു അപ്പിടുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതിൽ മുട്ടയുണ്ടോ മുട്ടയടച്ച് പോയോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും പാരറ്റ് രണ്ടുപേരും അതിൻ്റെ ചുറ്റും ഇങ്ങനെ കളിക്കുന്നുണ്ട്. എന്തോ ഇങ്ങനെ നോക്കി അതിൻ്റെ ചുറ്റും വരുന്ന എല്ലാവരെയും കൊത്തി പറപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ മുട്ടയൊക്കെ ഓൾറൈറ്റ് ആണെന്ന്. അപ്പം ഇനി ഈ പൊടിയൊക്കെ ഒന്ന് മാറി വെള്ളം ഒന്ന് തെളിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുന്നു ആ മുട്ടകൾക്ക് ജീവനുണ്ടോ, ആ മുട്ട റെഡിയായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുവാണ് എന്നൊക്കെ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പാരറ്റ് തന്നെ ആ മുട്ട ഇങ്ങനെ കുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാരറ്റ് തിന്നില്ല എന്ന്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഇപ്പോൾ തള്ള ചവിട്ടിയ മക്കൾക്ക് കേടില്ല അത്. സോ ഞാൻ വിചാരിക്കുന്നു ഈ പാരറ്റ് അതിൻ്റെ മക്കളെ ചവിട്ടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനതിൻ്റെ ഫിൽറ്റർ ഓണാക്കാൻ നോക്കിയപ്പോഴാണ് അടുത്ത പ്രശ്നം. ഈ ഫിൽറ്ററിന് കുറച്ച് ഒച്ച വരുന്നതല്ലാതെ ഇതിന് പുറത്തേക്ക് വെള്ളം വരുന്നില്ല. അപ്പം പിന്നെ ഞാനത് ഓഫ് ചെയ്തു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു ബോട്ടിൽ വെള്ളം ഒഴിച്ചു, പിന്നെ 2 ബോട്ടിൽ വെള്ളം ഒഴിച്ചു. എത്ര ബോട്ടിൽ വെള്ളം ഒഴിച്ചിട്ടും അത് നിറയുന്നില്ല ഗൈസ്. അത്രയേറെ വെള്ളം ആവശ്യമാണ്. ഇപ്പം എനിക്കാണെങ്കിൽ നാളെ കുടിക്കാൻ വെള്ളം വേണ്ടേ. നല്ല വെള്ളം കൂടെ ഇവർക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? എന്തായാലും ഞാൻ എനിക്ക് കുടിക്കാനുള്ള വെള്ളം വരെ അതിൽ പൈപ്പ് വെച്ച് ഇവന്മാർക്ക് ഒഴിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും കുത്തി നോക്കിയപ്പോഴാണ് അതാ ഗായ്സ് നമ്മുടെ ഫിൽറ്റർ പതിയെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാനുള്ള വെള്ളം പുറത്ത് വന്നു ഗായ്സ്, കണ്ടോ? ഓക്കെ, അത് വെള്ളം വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കുടിക്കാനുള്ള കുടിവെള്ളം മുഴുവൻ അവർക്ക് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇപ്പം ഫിൽറ്റർ വർക്കായി. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു റെഡി. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചെത്തി കൊടുക്കുക. ഓക്കെ, അപ്പോഴൊന്ന് നിരപ്പാക്കാം. അതിന് ശേഷം നമുക്ക് എല്ലാം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം ആ പാരറ്റ് എന്നെ കൊത്താൻ വേണ്ടി ഒരവസരം നോക്കിയിരിക്കുവാണ്. എനിക്കാണെങ്കിൽ പുഴിയൊന്ന് നിരപ്പാക്കി അതിൻ്റെ വായിൽ നിന്ന് കൈയൊന്നും എടുത്താൽ മതി. നമ്മൾ ആ വെള്ളം ഒഴിച്ച സ്ഥലത്തെല്ലാം ഉള്ള പുഴി പിന്നെയും ഇങ്ങോട്ടേക്ക് പോയി. അതുകൊണ്ട് നമ്മൾ അതൊക്കെ തിരിച്ച്
നേരെയാക്കി കൊടുക്കുവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മാത്രം ഒഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സാധനവും അവിടുന്ന് ഇങ്ങനെ മാറിപ്പോകും. അവരെൻ്റെ കൈ നല്ലോണം നോക്കുന്നുണ്ട്. ഞാൻ അവരുടെ എഗ്ഗ് എടുക്കാനാണോ പോകുന്നത്, പക്ഷേ എനിക്ക് അവരുടെ മുട്ടയൊന്നും വേണ്ട പൈസ. ഈ ചെടിയാണെങ്കിൽ എൻ്റെ കയ്യിൽ മുഴുവൻ കയറി പറ്റിപ്പിടിച്ചിരിക്കും. അവസാനം ഞാനിത് ഈ ക്യാമറ എന്ന് താഴെ വെച്ച് എൻ്റെ കയ്യിലുള്ളതെല്ലാം നുള്ളി പെറുക്കി കളഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി ചെയ്തത്. അവസാനം ഇത് കാണാൻ കുറച്ചൊരു മെനയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനടുത്ത് എല്ലാ കല്ലും പിന്നെ അതിലിട്ട എല്ലാ ശംഖും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പം ഈ കല്ലെല്ലാം വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ട്. കാരണം അതിൽ ഉള്ള ശരീരെല്ലാം ആദ്യം നമ്മളെടുത്ത് മാറ്റണം. ഒരുപാട് നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായ ശംഖുകളുണ്ട് കേട്ടോ. അപ്പോ ആദ്യം നമുക്ക് ഈ ഷെല്ലുകളെ ഫുള്ള് എടുത്ത ശേഷം ഇപ്പം ഏകദേശം തീർന്നു. ഞാൻ കുറേ നേരം കൈയിട്ടെടുത്തു. ഇത് ഈ ഷെല്ലുകളെല്ലാം കൂടെ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ ആദ്യം കഴുകിയത് പൈപ്പിനത്തെ വെള്ളം വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യരുത് ശരിക്കും. കാരണം അപ്പം നമ്മളെ പൈസ കൊടുത്ത് വാങ്ങിയ മീനുകളെല്ലാം ചത്തുപോകും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് അടുക്കളയിൽ പോയി കുറച്ച് കല്ലുപ്പെടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് ഒട്ടും പിശുക്ക് കാണിക്കാതെ കുറച്ചധികം വാരി ഈ ഷെല്ലിൽ അങ്ങോട്ട് ഇടാം. അതിനുശേഷം നമുക്ക് കുടിക്കാൻ വെച്ച വെള്ളം എടുത്തിട്ട് ഈ ഷെല്ലിൽ ഇട്ട് നല്ലപോലെ കഴുകിയെടുക്കും. എന്നാൽ മാത്രമേ ഇതിടുമ്പോൾ നമ്മളുടെ മീനുകളൊന്നും ചത്തുപോകാതെ വളരെ നല്ലപോലെ ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ടാങ്കിലേക്ക് ഈ ഷെല്ലെല്ലാം കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കൈകൊണ്ട് വെക്കണമെന്നൊന്നുമില്ല. എല്ലാം മൂന്ന് താഴത്തേക്കൊന്ന് എറിഞ്ഞാൽ മതി. അപ്പം അതൊരു നല്ല പോലെ ഒരു നാച്ചുറൽ ഫീലിൽ അങ്ങോട്ട് ചെന്ന് നിന്നോളും. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ ഷെല്ലും എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ഇതിനെടുത്ത് മാറ്റിയ മരവും ചെടിയുമൊക്കെ അതിൽ തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേ കാണാനൊരു ഈ രസമുണ്ടാവുള്ളൂ കൈസ്. ഇത് മെല്ലെ വെക്കുക, ഇല്ലെങ്കിൽ പാരറ്റ് നമ്മളുടെ കൈ കുത്തിപ്പറിച്ചെടുക്കും. ഇതും വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു കൊലമുണ്ട്. ഇനി ഈ കലങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വൃത്തിയായാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ഒരു സാധനം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലൊക്കെ ഓക്കെയാണ്, ആരും ചത്തുപോയിട്ടൊന്നുമില്ല. ഇപ്പോൾ വെള്ളം ക്ലീൻ ആവുകയും ചെയ്തു, നമുക്ക് എടുക്കാനുള്ള കല്ല് നമ്മൾ എടുക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് മാറി നോക്കിയപ്പോൾ ആ മരം ഒരു റെഡിയായി. ഞാൻ ഒന്നോടെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ പൂഴി അതിൻ്റെ മുൾക്കൂടിട്ട് കൊടുത്തു. കാരണം ഈ മരം പൊന്തി പോകാണ്ടിരിക്കാനാണ് ഞാൻ കുറച്ചുകൂടെ പൂഴിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ അതിൽ കുറേ പൂഴിയുണ്ടല്ലോ. അങ്ങനെ ഞാൻ പൂഴി ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അക്വേറിയം നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അതൊരൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോളർ പാരറ്റിനെ നോക്കി. വെള്ളം കലങ്ങിയതുകൊണ്ട് അവർ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മ പോളർ പാരറ്റ് അതിൻ്റെ ഷെല്ലൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ചുറ്റും തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒന്നും പ്രശ്നം പറ്റിയിട്ടില്ല. അപ്പം നമുക്കേതായാലും അടുത്ത ഒരു ടാങ്കും കൂടെ വാങ്ങിയ ശേഷം ഇവരെ ഇതിൽ നിന്നും പോളർ പാരറ്റിനെയും അതിൻ്റെ ഈ മുട്ടകളെ ഇതിൽ നിന്നും മാറ്റണം. അങ്ങനെ മാറ്റി ചത്തുവോന്നറിയില്ല. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇവർക്കാർക്കും അസുഖമൊന്നും വരാണ്ടിരിക്കാനും പിന്നെ ഈ മുട്ടകളൊന്നും വെള്ള കളറായി പോകാണ്ടിരിക്കാനുമാണ്, ഫംഗസ് ഒന്നും വരാണ്ടിരിക്കാനാണ് ഞാൻ ആ മരുന്ന് ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊരു നീല കളർ മരുന്നാണ്. അത് കയ്യിലൊന്നും ആയാൽ തീരെ പോകത്തില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിൽ കിടന്ന് സ്പ്രെഡ് ആയിക്കോളും. അപ്പം ഞാൻ ഈ പോളാർ പാരറ്റിനെ ഇതിൽ മാറ്റുകയും ഇതിൻ്റെ മുട്ടയ്ക്ക് ഇതിനെടുത്ത് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാറെ എൻ്റെ അടുത്ത വീഡിയോ നോക്കുക.